പരിസ്ഥിതി ദിന ക്വിസിൻ്റെ 4ാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. 3ാം ഭാഗത്തിലെ 20 ചോദ്യങ്ങൾക്ക് ശേഷം 21 നമ്പർ മുതലാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലെ ഒന്നാമത്തെ ചോദ്യം 21ാമത്തെ ചോദ്യമാണ്. ക്വിസിലേക്ക് കടക്കാം. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, സുസ്ഥിര വികസനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സുസ്ഥിര വികസനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രോ ഹാർലെം ബ്രണ്ട്ലാൻഡ് ആണ്. ഗ്രോ ഹാർലെം ബ്രണ്ട്ലാൻഡ്. അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഭൂമി പുനരുദ്ധാരണവും മരുഭൂമിവൽക്കരണത്തെ പ്രതിരോധിക്കലും എന്നതായിരുന്നു. ഭൂമി പുനരുദ്ധാരണവും മരുഭൂമിവൽക്കരണത്തെ പ്രതിരോധിക്കലും എന്നതായിരുന്നു 2024 പരിസ്ഥിതി ദിനത്തിലെ സന്ദേശം. അടുത്ത ചോദ്യം, 1973 ജൂൺ 5 ആദ്യത്തെ പരിസ്ഥിതി ദിനത്തിലെ സന്ദേശം എന്തായിരുന്നു? ഒരേയൊരു ഭൂമി. അടുത്ത ചോദ്യം, ലോകത്ത് വായുമലിനീകരണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത്? ലോകത്ത് വായുമലിനീകരണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത്? ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, ഗാർഗിൽ റിപ്പോർട്ട് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഗാർഗിൽ റിപ്പോർട്ട് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? പശ്ചിമഘട്ട സംരക്ഷണം. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമേത്? കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമേത്? ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത ചോദ്യം, നോബൽ സമ്മാനം നേടിയ ആദ്യ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? നോബൽ സമ്മാനം നേടിയ ആദ്യ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? വാങ്കാരി മാതായി. അടുത്ത ചോദ്യം, 2024 പത്മശ്രീ നേടിയ കേരളീയനായ നെൽ കർഷകൻ ആരാണ്? സത്യനാരായണ ബലേരി. അടുത്ത ചോദ്യം, മണ്ണൊലിപ്പിനുള്ള പ്രധാന കാരണം എന്താണ്? വനനശീകരണം. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും വളരെ താഴെ കൃഷി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക സ്ഥലം ഏത്? കുട്ടനാട്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന മരം ഏത്? ചന്ദനമരം. അടുത്ത ചോദ്യം, ഏറ്റവും മികച്ച കർഷകനുള്ള കേരള ഗവൺമെൻറ് നൽകുന്ന ബഹുമതി ഏതാണ്? കർഷകോത്തമ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്ന. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പരിസ്ഥിതി ക്വിസിൻ്റെ 4ാം ഭാഗവുമായി കാണുന്നവരേക്കും ബൈ ബൈ.